ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചായപാത്രം, അതിൽ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അടപ്പിൽ വെക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ചൂടാറാനായിട്ട് വെക്കുക. അപ്പോഴത്തേനും നമുക്ക് ശർക്കര ഉരുക്കാൻ 3 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഏലക്കായും പൊടിച്ചതും കൂടി ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി അത് ഉരുകാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴത്തേനും ഞാൻ തേങ്ങ ചിരകുന്നുണ്ട്, അതിൽ നമ്മൾ ഇട്ടിട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ മെല്ലെ ഉരുകുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉരുകട്ടെ. ഉരുകി വന്നതിന് ശേഷം നമുക്ക് തേങ്ങയും കൂടെയും ചേർത്തിട്ട് നമുക്ക് ഇത് അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ചെറുപ്പത്തിലേക്ക് അമ്മ ഞങ്ങൾക്ക് ഇത് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് ബാലൻസ് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കി നിൽക്കും ഇത് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ശർക്കരയിൽ ഈ തേങ്ങ ഇട്ടിട്ട് വിളയിച്ചത് നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാൻ. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലേ കൊതിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനപ്പോൾ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ആ ചൂടാറിയിട്ടുള്ള ആ പൊടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴക്കണേ, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ട കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ നമ്മൾ വെള്ളത്തിൽ കൈമുക്കി നനച്ച് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കുക. അങ്ങനെ കുറച്ച് പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 3-4-5 അപ്പത്തിനുള്ളൂ. ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാനും ആരുട്ടനും മാത്രമേ ഇത് കഴിക്കുള്ളൂ കൊഴുക്കട്ട. പിന്നെ ആരും കഴിക്കില്ല, ആരും തൊടില്ല എന്ന് പറഞ്ഞാൽ തൊടുകയില്ല, കഴിക്കുകയില്ല. എൻ്റെ ആരുട്ടൻ്റെയും കൊതി കൊണ്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് തന്നെ. അങ്ങനെ ഒരു 5 കൊഴുക്കട്ടയ്ക്കുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ഉരുകിയിട്ടുള്ളതിലേക്ക് നമ്മൾ തേങ്ങ ചെരുകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര തമാശ, ഇത് ശർക്കര അടിയിൽ പിടിച്ച പോലെയായി. കാരണം എന്ന് വെച്ചാൽ തേങ്ങ ചെരുകാനായിട്ട് കുറച്ച് വൈകിപ്പോയി. ശർക്കര നന്നായിട്ട് ഉരുകി വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണമായിരുന്നു. ഇത് കുറച്ച് വൈകിയത് കാരണം ഇത് കറക്റ്റ് സെറ്റായില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്തപ്പോൾ പിന്നെ ശരിയായിട്ടാണ്. പിന്നെ ലാസ്റ്റ് ശരിയായിട്ട് വന്നു. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണതല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് എന്താ പറയുക, വെള്ളം ഒന്നും പാടില്ല കേട്ടോ. നല്ലതായിട്ട് കുറുകിയ പോലെ വറ്റിയ പോലെ ആവണം. അപ്പോഴാണ് ഈ എന്താ പറയുക ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ച പോലെ ആവുള്ളൂ. ഇനി നമ്മൾ ഈ കറുകല കണ്ടോ, നമ്മൾ ഇത് പുഴുങ്ങിയെടുക്കുമ്പോൾ കറുകല അടിയിലിട്ടിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ കറുകലയുടെ മണം വരുമ്പോൾ നല്ലൊരു മണവും ഒക്കെ കൂടെ നല്ല രസമാണ്. പിന്നെ നമ്മൾ ചെറിയ ഉണ്ടകളിൻ്റെ ഉള്ളിൽ ഈ ശർക്കര വിളയിച്ചതും കൂടെ നമ്മൾ ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കി കൊടുക്കണം. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല. എന്നിട്ട് പിന്നെ ഞാൻ അമ്മയുടെ ഹെൽപ്പ് കൂടെ ചോദിച്ചു. അമ്മ വന്നിട്ട് എനിക്ക് ഹെൽപ്പ് കാണിച്ചു തന്നത് എങ്ങനെയാണ് സെറ്റാക്കണേന്ന്. ഞങ്ങൾ അത്ര വലിയ എക്സ്പെക്റ്റൊന്നുമല്ല, പക്ഷേ ഇത് കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അമ്മയാണ് കേട്ടോ ബാക്കിയെല്ലാം ഉണ്ടാക്കി എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഒരു 5 കൊഴുക്കട്ട നമുക്ക് കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ കൊഴുക്കട്ട എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ അടപ്പിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉള്ള ആവിയിൽ വേവിച്ചെടുക്കുന്നതാണല്ലോ. അങ്ങനെ നമ്മളെ കൊഴുക്കട്ട സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആരുട്ടനെ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് ചെറിയൊരു പനിയുള്ള കാരണം അവൻ കഴിച്ചില്ല കേട്ടോ, കുറച്ചേ കഴിച്ചുള്ളൂ. കാരണം അവൻ പനി കാരണം ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. അവന് കൊഴുക്കട്ട അവനും ഞാനും മാത്രമല്ലേ കഴിക്കുള്ളൂ കൊതിയായിട്ട്. അങ്ങനെ അവൻ ചിരിച്ച് കളിച്ച് നിൽക്കണം കൊഴുക്കട്ട ഉണ്ടാക്കി.